സത്യം പറഞ്ഞാൽ ഞാൻ കരയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാൻ ഫെയിലാവുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ചന്ദ്ര ഇൻവിൻസിബിൾ ആവും അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ കണ്ടതൊക്കെ ജോഷി സാറിന്റെ ഒരു മാജിക് ആയിരുന്നു. ഈ സിനിമയുടെ സൂപ്പർ ഹീറോ റോൾ ഡിമാൻഡ് ചെയ്യുന്ന ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. സഞ്ജയ് ചെയ്തില്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ എന്ത് കാര്യമാണ്? ഒരൊറ്റ ഷോട്ടിൽ മാത്രമേ രൂപീകരിച്ചിട്ടുള്ളൂ, ബാക്കിയല്ല ഞാനൊന്നും ചെയ്തത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് എന്തിനാ എന്നെ തള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. കല്യാണം എടുത്തത്ര ഹാർഡ് വർക്ക് ഞങ്ങള് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടുള്ള. സെറ്റിൽ ഏറ്റവും നന്നായിട്ട് കൗണ്ടർ പറയണ ചന്ദ്രയായിരിക്കും. അവനല്ലേ? ആണ് പറയാൻ വേണ്ടിയാ വെയിറ്റ് ചെയ്യാം. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടിയാണ് സെറ്റിൽ വരുന്നത്. സെറ്റില് ഏറ്റവും നല്ല പ്ലേലിസ്റ്റ് ഉള്ളതാണ്. സെറ്റില് ഞാൻ സാധാരണ പാടിക്കൊടുക്കാ ചെയ്യാറ്. അതെ. Cash? Do you have cash? No, no sir. തീർച്ചയായിട്ടും. ഐ മീൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ DQന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇതാണ് ഇതിന്റെ വൈബ്, ഒന്ന് കേട്ട് നോക്കുക, ഐ ഫീൽ ലൈക്ക് യു വിൽ ഓൾസോ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ ലൈഫ് മാറിയില്ലേ. ഞാനും അങ്ങനെ തന്നെ വന്നത് ലോകയിലേക്ക്. ദുൽഖറിനെ കാണാനാണ് പണ്ട് യമണ്ടൻ പ്രേമകഥയുടെ ലൊക്കേഷനിൽ പോയായിരുന്നു ദുൽഖറിനെ കാണാൻ. അപ്പോഴാണ് എന്നെ സൗബിക്ക് ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം ഞാൻ മഞ്ഞുമല്ലിൽ വന്നിട്ടുണ്ടാവും. ശരിക്കും എങ്ങനെ നിങ്ങളെ തമ്മിലുള്ള റാപ്പോ? എൻ്റെ കരിയറിലും അഭിനയത്തിലും എനിക്ക് ഏതെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് DQനാണ്. ഇതിന് ഞാനാണോ കറക്റ്റ് എന്ന് ആ ഡൗട്ട് എനിക്ക് ഇതുവരെ പോയിട്ടില്ല. ഓക്കെ, ആ കോൺഫിഡൻസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഈ ഓണത്തിന് ഒരുപാട് സർപ്രൈസുകളുമായിട്ട് ലോക എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ദ വൺ ആൻഡ് ഓൺലി കല്യാണി പ്രിയദർശൻ എലോൺ വിത്ത് ചന്തു സലീം കുമാർ ആൻഡ് ശരത് സഭ. സോ 3 പേർക്കും വെൽക്കം. ഈ പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് സൂപ്പർ പവറാ കിട്ടുക എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കിട്ടാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഇൻവിസിബിൾ ആവാന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഞാൻ ഓൾവേസ് ടെലിപ്പോർട്ടേഷൻ ആണ് പറയുന്നത്. ആണോ? ഇൻവിസിബിൾ ആവുന്നു സഭയ്ക്ക മേബി പണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ ചോദിച്ചാ അതിന്റെ ഉത്തരം വേറെയാണോ? പക്ഷെ ചന്ദ്ര ഇൻവിൻസിബിൾ ആവും. അങ്ങനെ ചോദിച്ചാ ചന്ദ്രയുടെ സൂപ്പർ പവേഴ്സിനെ പറ്റി ചോദിച്ചാ ഈ സിനിമ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞ ആ ഒരു ഫ്രഷ്നെസ് പോകുന്നൊരു ഒരു ചെറിയ ഇതുണ്ട്. സോ ഒരു തിയേറ്റർ വാച്ചാണ് പടം. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് കൂടുതൽ ഈ സിനിമയെ പറ്റി അറിയുന്നതായിരിക്കും. നമ്മൾ ഇന്റർവ്യൂവിൽ വന്ന് ഇങ്ങനെ പറഞ്ഞ് അറിയുന്നേക്കാൾ കൂടുതൽ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് കണ്ട് നിങ്ങൾ അത് എൻജോയ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ കുറച്ചും കൂടി ഇതാവുന്നത്. നമ്മൾ പറഞ്ഞിട്ട് വെറുതെ കാര്യമില്ല. വെറുതെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് എങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമ തന്നെ മലയാളത്തിലൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമ ആയിരിക്കും. അത് ഇതുവരെ മലയാളത്തിൽ വരാത്ത തരത്തിലുള്ളൊരു സിനിമയാണ്. പക്ഷെ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറുകളാണ് എല്ലാവരും. ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവുക ചെയ്യുന്ന അങ്ങനത്തെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അല്ലാതെ ഈ ലോകത്ത് എങ്ങും ഇല്ലാത്ത തരത്തിലുള്ളൊരു അങ്ങനത്തെ ഒരു പരിപാടിയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് സിനിമയിലുള്ളത്. ഹൗസ് വർക്കിംഗ് വിത്ത് ബോയ്സ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആക്ച്വലി എല്ലാ ബോയ്സും ആൻഡ് എല്ലാ ബോയ്സ് മാത്രമല്ല, സെറ്റിലുള്ള എല്ലാവരും, ഐ മീൻ ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറേ പേര് സ്ലീപ്ലെസ് ആയി വർക്ക് ചെയ്ത് ആ ഒരു ഫാറ്റീഗിലൂടെ തന്നെ ബോണ്ട് ചെയ്തു. പിന്നെ ഡൊമിനിക്ക് കുറേ ചളിയടിക്കും, എല്ലാവരും ചിരിക്കുകയും ചെയ്യും. ഞങ്ങൾ ന്യൂ ഇയേഴ്സും സ്പെൻഡ് ചെയ്തത് ചളിയിലായിരുന്നു ടെക്നിക്കലി. സോ അതൊക്കെ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസസ് ആണ്. ഇവരെല്ലാവരും ആക്ച്വലി അതെ ചന്തു ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാൻ ഫെയിലാവുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജെന്യുവൻലി അവർ പ്രൗഡ് ആവുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് ആക്ച്വലി ഇത്രയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും എന്നെ ഇത്രയും വൾണറബിൾ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. സോ അതൊരു റെയർ ബോണ്ടാണ്. സോ അത് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ എക്സ്പീരിയൻസിനും എനിക്ക് അതാണ് തോന്നിയത്. ബേസിക്കലി ഞങ്ങൾക്ക് എല്ലാവർക്കും വൺ യുണൈറ്റഡ് ഗോളായിരുന്നു, ഒരു പുതിയ ലോകം ഉണ്ടാക്കുക വിത്ത് ദ ഹോപ്സ് ദാറ്റ് എല്ലാവർക്കും ആ ലോകം ഇഷ്ടമാവുന്നു.
സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ശരത്തിന്റെ ക്യാരക്ടർ എനിക്ക് കൂടുതൽ Combination വെച്ചിട്ടായിരുന്നു. ഇതുവരെ ചെയ്തതിൽ നിന്നും വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും. എന്നാൽ പിന്നെ ഫൺ പരിപാടിയൊക്കെ തന്നെ ഉണ്ട്, വേറൊരു ഇതായിരിക്കും. ഈ ഫിസിക്കൽ എഫേർട്ടിനെ പറ്റിയിട്ട് എപ്പോഴും പറയാനുണ്ടായിരുന്നു. കാരണം ആന്റണിക്ക് വേണ്ടി കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ദോ ഒരു ഭയങ്കര സ്മോൾ പോർഷൻ ആയിരുന്നു സിനിമയിൽ, പക്ഷെ ഫിസിക്കലി കുറേ നമ്മൾ വീഡിയോസ് കണ്ടു, ടീസറിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഇതിലേക്ക് വരുമ്പോൾ വേറെ കൈൻഡ് ഓഫ് ഫിസിക്കാലിറ്റി കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എത്രത്തോളമായിരുന്നു അതിൻ്റെ ഒരു ഭയങ്കര എഫേർട്ടും അതിന് വേണ്ടി ഇട്ടിട്ടുള്ള ഹാർഡ് വർക്കും? അത് ആൻ്റണിയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മെയിൻലി നിങ്ങൾ കണ്ടതൊക്കെ ജോഷി സാറിൻ്റെ ഒരു മാജിക് ആയിരുന്നു സത്യം പറഞ്ഞ. ആൻഡ് അത് ഈ സിനിമയുടെ സൂപ്പർ ഹീറോ റോൾ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ഡിമാൻഡ് ചെയ്യുന്ന ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. ഇവിടെ ഹൈറ്റിൽ നിന്ന് ചാടണം, പറക്കണം, എല്ലാം കുറച്ച് ഹൈറ്റിൻ്റാണ്. സോ അതിനു വേണ്ടി നമ്മൾ കുറേ വർക്ക് ചെയ്തു, കുറേ ട്രെയിൻ ചെയ്തു. എൻ്റെ ബോഡി ലാംഗ്വേജ് ഒരു ഒരു ഫൈറ്ററായിട്ട് ആവാൻ ഞാൻ ജിംഖാന ബോയ്സിനെ ട്രെയിൻ ചെയ്ത സെയിം കോച്ചിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്, ജോഫിൽ കോച്ച്. അദ്ദേഹമാണ് ആക്ച്വലി എന്നെ ഒരു ഫൈറ്ററാക്കി കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ റോപ്സ്, ഈ ഹാർനസ് ഒക്കെ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയും യാനിക് പെന്നാണ് നമ്മുടെ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ. സോ അവരുടെ ടീം ഫ്രാൻസിൽ നിന്ന് വന്ന് എന്നെ ഈ റോപ്സും ഇതൊക്കെ പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തു. സോ ഇതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങൾ ബേസിക്കലി ഈ സിനിമയ്ക്ക് വേണ്ടി മാക്സിമം സ്റ്റൺസ് ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സ്റ്റൺസ് ചെയ്തില്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ എന്ത് കാര്യമാണ്. സോ ആൻഡ് ടീം എല്ലാവരും എന്നെ അതിന് സഹായിച്ചു. ഒരൊറ്റ ഷോട്ടിൽ മാത്രമേ രൂപ ഉപയോഗിച്ചിട്ടുള്ളൂ. അതെ, ഇതുവരെ ബാക്കിയെല്ലാം ഞാനൊന്നും ചെയ്തു. ചന്തു ഡോക്ടറാണ് ഡോക്ടറാ ഈ സിനിമയിൽ കണ്ടിട്ട് തോന്നുന്നില്ലല്ലേ? തോന്നായിരിക്കില്ല, പാസ്സാവാത്ത ഡോക്ടറാ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് ഞാനും നസ്ലിനോട് കൂടുതൽ ഞങ്ങൾ അങ്ങോട്ടും പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യമായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തന്നേക്കണേടാ. ഞങ്ങൾ ആദ്യമായിട്ട് ഡ്രസ്സ്, ക്രെഡിറ്റ് കാർഡൊക്കെ, നമുക്ക് ഐഫോണൊക്കെ കിട്ടിയിട്ട് ഞങ്ങളിങ്ങനെ കൊള്ളാം, ക്യാരക്ടറിന് ഐഫോൺ കിട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് വീട്ടുകാരുടെ പൈസ കൊണ്ട് അടിച്ചു ആക്ച്വലി റിച്ച് മാത്രമല്ല ഈ സിനിമയിൽ ഞാൻ പറയുന്നത്. ഈ സിനിമ നടക്കുന്നത് പ്രസന്റ് ഡേ സിറ്റീസിലാണ്, പക്ഷെ നമ്മൾ ഇത് ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആണ് പറയുന്നത്. ഈ സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ സിനിമയിൽ ബേസിക്കലി നമ്മൾ മലയാളം ഇൻഡസ്ട്രി അസോസിയേറ്റ് ചെയ്യുന്ന ഈ റോ റിയലിസ്റ്റിക് സ്പേസില്ലേ, ഈ സിനിമ അതിലല്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, ഡയലോഗ്സ് തൊട്ട് കോസ്റ്റ്യൂംസ് തൊട്ട് സിനിമയുടെ വിഷ്വൽ ടോൺ വരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും മാക്സിമം സ്റ്റൈലൈസ്ഡ് ആയിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചത്. സോ ഞങ്ങൾ ആ ഒരു വൈബാണ്, ഈ സിനിമ ആ ഒരു വൈബാണ്. ആക്ച്വലി ഒരു ഗ്രാഫിക് നോവലിൻ്റെ ഒരു ഫീൽ എപ്പോഴും ഉണ്ടാവും. ഈ ശരിക്കും ഫസ്റ്റ് മലയാള സിനിമയ്ക്കും DQ കാരണമായിരുന്നു. ഇപ്പോഴും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും അതിലും DQ ഒരു ഭയങ്കര ക്രൂഷ്യൽ പാർട്ടാണ്. ശരിക്കും എങ്ങനെ നിങ്ങൾ തമ്മിലുള്ള റാപ്പോ? ഇതെല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ ഇതേ ഉത്തരം മാറത്തില്ല. പക്ഷെ DQൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. പക്ഷെ എനിക്കറിയാം, എനിക്ക് എൻ്റെ കരിയറിലും എൻ്റെ അഭിനയത്തിലും എനിക്ക് ഏതെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് DQനാണ്. ആൻഡ് അഡ്വൈസ് ചോദിക്കുന്നതും DQനോടാണ്. ഹീസ് ഓൾവേസ് ദെയർ ഫോർ മീ. ആൻഡ് അത് മാറിയിട്ടില്ല. അത് ആദ്യത്തെ സിനിമ തൊട്ട് ഇന്ന് വരെ ആ ഒരു ഫാക്ട് മാറിയിട്ടില്ല. ഈ വരണാവശ്യമുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് ആളുകൾക്കൊരു പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നല്ലോ. ശരിക്കും അപ്പൊ DQ എന്താ റെസ്പോണ്ട് ചെയ്ത്? ഹി മെസ്സേജ് സെയിങ് കാൽസോൺ എന്നാ വിളിക്കുക. കാൽസോൺ, ഐ ഹോപ്പ് യു സീ ദ ലവ് ദാറ്റ്സ് കമ്മിങ് ഫോർ യു. മെസ്സേജ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഐ ഹോപ്പ് യു സീ ദ ലവ് ദാറ്റ്സ് കമ്മിങ് ഫോർ യു. പ്ലീസ് നോ യു ഡിസേർവ് ഇറ്റ്. അതായിരുന്നു. ഈ
വേറെ കാര്യമുണ്ട്, ഈ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഒരിക്കലും ഒരു ഇൻസ്റ്റയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രിയൻ സാർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, സിനിമയാണ് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ ആര് വിളിക്കും നമുക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൃദയത്തിന്റെ റിലേറ്റ് ചെയ്തിട്ട് ശരിക്കും ഡെസ്റ്റിനിയിൽ വിശ്വാസം ഉണ്ടോ? റൈറ്റ് അത് തീർച്ചയായിട്ടും. ഐ മീൻ എൻ്റെ ലൈഫിലെ ഫിലോസഫി തന്നെ അങ്ങനെയാണെന്ന് പറയാം. സ്റ്റിൽ ലോകം സംഭവിച്ചത് അങ്ങനെയാണ്. ബിക്കോസ് ഒരു ദിവസം ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ DQന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, എനിക്കൊരു ഞാനൊരു കഥ കേട്ടു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതാണ് ഇതിന്റെ വൈബ്, ഒന്ന് കേട്ട് നോക്കുക, ഐ ഫീൽ ലൈക്ക് യു വിൽ ഓൾസോ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ ലൈഫ് മാറിയില്ലേ. ഞാനും അങ്ങനെ തന്നെ വന്നേ ലോകയിലേക്ക്. ഞാനൊരു ഹൈ കാണിച്ചതാ ഒരാളെ, വിവേക് കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. പുള്ളിയെ ഞങ്ങളൊരു സിനിമ കാണാൻ പോയി, പുള്ളി അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല പുള്ളി കാസ്റ്റിംഗ് ഡയറക്ടറാണെന്ന് അറിയില്ല. എനിക്കറിയാവുന്നത് ചിതുവിന്റെ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ്, അങ്ങനെ ആ ഒരു ഇതിലാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അങ്ങനെ എനിക്കറിയാവുന്ന പുള്ളി മഞ്ഞുമേൽ അഭിനയിച്ചിട്ടുണ്ട് കുര്യന്റെ ബ്രദറായിട്ട്. അപ്പൊ വിവേകേട്ടനാ, ആ സമയത്ത് ഞങ്ങള് പരിചയമുണ്ട്. പിന്നെ പുള്ളി കോണ്ടാക്ട് ഒന്നുമില്ല. പുള്ളി വിചാരിച്ചു എനിക്ക് പുള്ളിയെ മറന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ പുള്ളി എന്നെ കണ്ടിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുക. ഞാനവിടെ കുറച്ച് മാറി നിന്നപ്പോ എന്നെ വിവേട്ടാ വിളിച്ചു ഞാൻ ചെന്നു, കൈ കൊടുത്തപ്പോ മോനെ ഓക്കെ അപ്പുറം ഞങ്ങൾ ഇത് ചെയ്തു. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസമാണ് എന്നെ റിനി പ്രൊഡക്ഷൻ വിളിക്കുന്ന, ഇങ്ങനെ ഒരു കഥ കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വിവേകേട്ടൻ ഡൊമിനിക്കേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡൊമിനിക്കേട്ടനാണ് വിളിച്ച് വന്ന് കഥ പറയുന്നതൊക്കെ. അന്ന് ആ വാഴ ഈ സിനിമ കാണാൻ പോയത് കൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ വരുന്നത്. ഞാനന്ന് ഹായ് കാണിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ കുറച്ച് ചാടിയിട്ട് അങ്ങനെ നടന്നു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എല്ലാം ഒരു ഞാൻ പിന്നെ ദുൽഖറിനെ കാണാനാണ് പണ്ട് യമണ്ടൻ പ്രേമകഥയുടെ ലൊക്കേഷനിൽ പോയായിരുന്നു ഞാൻ ദുൽഖറിനെ കാണാൻ. അപ്പോഴാണ് എന്നെ സൗബിക്ക് ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം ഞാൻ മഞ്ഞുമല്ലിൽ വന്നിട്ടുണ്ടാവുക, ആയിരിക്കാം. കാരണം സൗബിക്ക് അന്നാണ് എന്നെ ആദ്യം നോട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് എല്ലായിടത്തും പോവാ, മാക്സിമം പറ്റാവുന്നിടത്തൊക്കെ പോവാ. കല്യാണിക്കുണ്ടോ ഇതുപോലത്തെ വേറെ എക്സാമ്പിൾസ് ഇപ്പോ മൈൻഡിൽ വരുന്നില്ല? തമിഴ് സിനിമയൊക്കെ ശരിക്കും എങ്ങനെയാ സംഭവം? ഹീറോ ഒക്കെ ശരിക്കും എങ്ങനെയാ കാസ്റ്റ് അന്ന് ഓർമ്മയുണ്ടോ? അതെനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് ആൻസർ പറയണം. റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. റാപ്പിഡ് ഫയർ പോലെ. ഓക്കെ. ഞാൻ ഷൂട്ട് ചെയ്തതിൽ വെച്ചിട്ട് ദിസ് ഇസ് മൈ ഫേവറേറ്റ് സിറ്റി ഏതായിരിക്കും? ഞങ്ങൾ ആന്റണി ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈരാറ്റുപേട്ടയിലാണ് ഷൂട്ട് ചെയ്തത്. അവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അവിടുത്തെ സ്ഥലങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേ ബി ആൻഡ് വെദർ ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ബ്ലാങ്കായി പോയി. ഞാൻ വയനാട് ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ. സെറ്റിൽ ഭയങ്കര ടെൻഷനോടെ നിൽക്കുമ്പോ ഒരു കംഫർട്ട് ഫുഡ് എന്തായിരിക്കും? മീൻകറിയും ചോറും. സിമ്പിൾ ആണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പഴകഞ്ഞി കിട്ടും സെറ്റില്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖം ഷൂട്ട് ചെയ്യാനായിട്ട്. ഉറക്കം വരില്ലേ? ഓക്കെ. പലഹാരം രാവിലത്തെ എനർജി ബൂസ്റ്റർ. ഓക്കെ. സെറ്റിൽ ഏറ്റവും നന്നായിട്ട് കൗണ്ടർ പറയണ ആരാ? ചന്ദ്രു ആയിരിക്കും. മോനല്ലേ? പറയാൻ വേണ്ടി വെയിറ്റ് ചന്ദ്രു തന്നെയാ. ചന്ദ്രനോട് ആരാ? നസ്ലിം പറയും, കുര്യൻ പറയും, ഡൊമിനിക്കേട്ടൻ പറയും, എല്ലാരും പറയും. ആക്ച്വലി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നമ്മുടെ ഫോട്ടോഗ്രാഫർ രോഹിത്, വിവേകേട്ടൻ, എല്ലാരും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടിയാണ് സെറ്റിൽ വരുന്നത് തന്നെ. രാവിലെ ഇന്ന് ആരെ കളിയാക്കുമെന്ന് ആലോചിച്ചിട്ടാണ് വന്നത്. സെറ്റില് ഏറ്റവും നല്ല പ്ലേലിസ്റ്റ് ഉള്ളത് ആർക്കാ? അരുണായിരിക്കും അല്ലേ? കുര്യനായിരിക്കും. സെറ്റില് ഞാൻ സാധാരണ പാടിക്കൊടുക്കുക ചെയ്യാറ്. അതെ. Cash? You have cash? No song. നല്ല ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് ടൈം അവര് ചോദിക്കുമ്പോ ഞാൻ ഇത് പറയും. ചന്തുവിൽ നിന്ന് പഠിച്ച ജീവിത പാഠം? ക്യാഷ് ആണല്ലോ. ഞാനാ പറഞ്ഞ ആൻസർ. അല്ല, ജീവിത പാഠം ഏറ്റവും വലിയ പാഠം. കല്യാണിയിൽ നിന്നും അടുത്ത സിനിമയിലേക്ക് ഇടാൻ നിങ്ങൾ പഠിച്ചൊരു ജീവിത പാഠം? ഞാൻ കല്യാണിയുടെ ഹാർഡ് വർക്കും ഡിസിപ്ലിനും ഭയങ്കര, എനിക്കൊന്നും ഒരു കാലത്ത് വരുമെന്ന് എനിക്ക് തോന്നാത്തൊരു സംഭവങ്ങൾ അതൊക്കെ. കാരണം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് കണ്ടു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അതാണ്. ഈ കോസ്റ്റ്യൂമിന്റെ പിന്നില് എന്തായിരുന്നു അതിന്റെ ഒരു
സോ ബേസിക്കലി ചന്ദ്രയുടെ ലുക്ക് ഡൊമിനിക്കിൻ്റെയും നിമിഷിൻ്റെയും എൻറ്റയർ ടീമിൻ്റെയും ഒരു കളക്റ്റീവ് ഇൻപുട്ടാണ്. ആൻഡ് ഈ ലുക്കിൻ്റെ പിന്നിലൊരു ഒരു കാരണമുണ്ട്. നമ്മൾ വെറുതെ ഒരു പുതിയ ലുക്കിന് വേണ്ടിയല്ല ഈ ചോയ്സസ് എടുത്തത്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അധികമൊന്നും ഞാൻ പറയുന്നില്ല. ഹാർഡ് വർക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞങ്ങളോട് മനസ്സിലാക്കി. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് എന്തിനാ എന്നെ തള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണം എടുത്തത്ര ഹാർഡ് വർക്ക് ഞങ്ങള് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ല ഈ പടത്തിന് വേണ്ടി ചെയ്തേക്കുന്നത്. കഴിവുണ്ടെങ്കിൽ ഞാൻ മേ ബി ചെയ്യും. മോള് വിനയത്തിന് സഭയുടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹാർഡ് വർക്ക് ഞാൻ പറഞ്ഞില്ല. അതല്ല ശരത്തിൽ നിന്നും ശരത്തിന്റെ ഈ ക്വാളിറ്റി ശരത് സഭ അങ്ങനെ വിളിക്കണം. ശരത് സഭയിൽ നിന്നും ഈ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതായത് സഭ എന്താ ഭയങ്കര ഈസി ഗോയിങ് ആണ്. പിന്നെ എന്ന് വെച്ചാൽ സഭ അങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് അയാളെ പറ്റി അങ്ങനെ ഇത് ചെയ്തത് മറ്റു മറിച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സഭ ഇടപെടില്ല. സഭ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് സഭ പോകും. അതൊരു ഭയങ്കര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സഭ ആക്ച്വലി ഓൾമോസ്റ്റ് എന്തിനും റെഡിയാണ്. ആ ഒരു ഹെസിറ്റേഷൻ ഇല്ല. ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും, എന്നിട്ടാണ് ഞാൻ ഒരു റോളിലേക്ക് ഒരു ഷോട്ടിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ സഭ ലൈക്ക് ഹി ഈസ് റെഡി ഫോർ എനിത്തിങ്. ആ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതെ, അത് ശരിയല്ലേ? സഭ മറ്റേ ഒരു പിയേഴ്സിംഗ് ഒക്കെ ചെയ്തായിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടിട്ട് പിയേഴ്സിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ 2-3 സീനില് സഭ ചെയ്തിരിക്കുന്നത് എല്ലാരും അത്ര റെഡി ആയിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ടു ബി ഓണസ്റ്റ്. സഭ ഫണ്ണുക്ക് ഫൺ, സീരിയസ് സീരിയസ് എന്ത് മാതിരിയാണ്. ഇനി മുതൽ സിനിമയാണ് എന്റെ പരിപാടി എന്ന് ഞാൻ തീരുമാനിച്ച ദിവസം എനിക്ക് ഓർമ്മയില്ല. ഞാൻ പണ്ടേ തീരുമാനിച്ചു. സിനിമയാണെന്ന് അഭിനയമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ സിനിമയാണെന്ന് ചെറുപ്പം തൊട്ട് എനിക്കറിയായിരുന്നു. അഭിനയാണെന്ന് തീരുമാനിച്ചു അത് ഒരു മേ ബി ഒരു 6 വർഷം മുമ്പോ അല്ല ഒരു 8 വർഷം മുമ്പായിരിക്കും. ഹലോ അതെ, കൃത്യം ആ ദിവസം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ ടൈം. അതെ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അവിചാരിതമായിട്ട് ഒരു നാടകത്തില് അവിചാരിതമായിട്ടൊരു നാടകത്തില് അഭിനയിക്കാൻ ഇത് കിട്ടി. അപ്പം സ്കൂളില് മത്സരത്തിന് അപ്പോൾ അവിടെ ഫസ്റ്റും ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയ സമയത്ത് ഓക്കെ ഇനി എല്ലാ വർഷവും ഇത് മത്സര നാടകത്തിൽ അഭിനയിക്കണം സ്കൂളിൽ നിന്നുള്ള ഇതിൽ അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ എല്ലാ വർഷവും. അപ്പം കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, ആളാണ് നമുക്ക് നാടകമൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അപ്പം എല്ലാ വർഷവും നാടകം ചെയ്യുന്നു. വേറെ ഒന്നിനും കിട്ടാത്തൊരു പ്രോത്സാഹനം പഠനത്തിലൊന്നും സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ തന്നെ. അപ്പം ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും ഈ അഭിനയത്തിൻ്റെ പരിപാടിയിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് മറ്റേ കൈയടിക്കുന്നതും നല്ല വാക്കുകൾ പറയുന്നതും ഇവരുടെ അടുത്ത് നിന്നൊക്കെ നല്ല വാക്കുകൾ കേൾക്കുന്നത് ഈ ഒരു ഇതിൽ തന്നെയായിരുന്നു. വേറെ പഠനത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും എനിക്ക് യാതൊരു പരിപാടിയാണ്. അപ്പം അഭിനയം ഒരു പ്രൊഫഷൻ ആക്കാം എന്നതാണ് എന്നൊക്കെ എനിക്ക് അപ്പം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡ്രാമ സ്കൂൾ ഉള്ള കാര്യമോ ഈ അഭിനയം പഠിപ്പിക്കുന്ന കോളേജുകൾ ഉള്ള കാര്യമോ എനിക്ക് ആ പ്രായത്തിൽ അതൊന്നും അറിയില്ലായിരുന്നു. ഫൈൻ ആർട്സ് ഉണ്ടെന്നറിയാം. അപ്പം എൻ്റെ ഏട്ടൻ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി, വേറെ പുള്ളി പോയില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ അഭിനയമൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു എന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ +2 കഴിഞ്ഞ് വീണ്ടും അവിചാരിതമായിട്ട് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയി. അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ ഒരു പത്രവാർത്ത കാണിച്ചു തന്നു, ഡ്രാമ സ്കൂളിലോട്ട് അഡ്മിഷൻ ആരംഭിക്കുന്നു, നാളെയാണ് ഫോൺ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പം ഞാൻ അത് അന്നത്തെ ദിവസം തന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മറ്റേ ഇതൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് കൊടുത്ത് അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രാമ സ്കൂളിൽ വന്ന സമയത്ത് പിന്നെ ഓക്കെ കലാപരമായിട്ട് തന്നെയായിരിക്കും ലൈഫ് മുന്നോട്ട് ഉണ്ടാവുക എന്ന് അവിടെ തീരുമാനമായിട്ടുണ്ടാവണം. എനിക്ക് കിട്ടുള്ള വാക്കിപ്പോ ജീവിതത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്കുണ്ട്. എനിക്കുണ്ട്. എന്ത് ജോണർ? അത് ഇങ്ങനെ പറഞ്ഞ
അങ്ങനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഹാപ്പി ഫീൽ ഗുഡ് കമ്മിങ് ഓഫ് ഏജ് സിനിമ, അങ്ങനത്തെ ഒരു വൈബ്. എനിക്കുണ്ട്, ഞാൻ ചെയ്യും. അല്ല ഏത് ജോൺറാണെന്ന് അങ്ങനൊന്നുമില്ല, എല്ലാം ചെയ്യും. കംഫർട്ട് സോൺ അങ്ങനൊന്നുമില്ല, എല്ലാം കംഫർട്ട് സോണർ ഉണ്ടോ? മീൻസ് എനിക്ക് ഒരു കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം കൈൻഡ് ഓഫ് എനിക്ക് അറിയാവുന്ന മാത്രമേ എനിക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഒരു ലോകത്തിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫിലിം ആയിരിക്കും. ഇതിന് ഞാനാണോ കറക്റ്റ് എന്ന് ആ ഡൗട്ട് എനിക്ക് ഇതുവരെ പോയിട്ടില്ല. ഓക്കെ, ആ കോൺഫിഡൻസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് പക്ഷെ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയോട് ഞാൻ നോ പറയാൻ, ഐ മീൻ എനിക്ക് നോ പറയാൻ പറ്റില്ല എന്ന ഒരു അവയർനെസ് എനിക്കുണ്ടായിരുന്നു. ഓണസ്റ്റ്ലി ഈ ക്യാരക്ടറോ ഈ റോൾ ഡിമാൻഡ് ചെയ്യുന്ന ഫിസിക്കാലിറ്റിയോ സ്ട്രെങ്തോ ഇമോഷണൽ സട്ടിലിറ്റീസോ ഓറയോ എനിക്കില്ല എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇത് ചെയ്യാൻ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള കുറേ പേര് ഇവിടെ ഉണ്ടെന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് വരാനൊരു റീസൺ ഉണ്ട്. പക്ഷെ ഇതെനിക്ക് വരാനൊരു റീസൺ ഉണ്ട്. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ വിട്ട് കളയരുതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. സോ ഈ റോളിന് വേണ്ടി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യുമെന്ന് ഞാൻ സ്വയം പ്രോമിസ് ചെയ്തു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എന്ത് വേറൊരാളുണ്ടെന്ന് ചെയ്യാനായിട്ട് I don't know. ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ഞാൻ പടത്തിന്റെ കുറെ ഭാഗങ്ങൾ കണ്ടതാ. അല്ല ശരിക്കും അങ്ങനെ ചിന്തിക്കണം. കാരണം ഇപ്പൊ ഇത്രയും വർഷമായി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരുപാട് റോളുകൾ ചെയ്തു, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, റിലേറ്റബിൾ ആവുന്നുണ്ട്. ശരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അത് ആ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിലൊക്കെ എൻ്റെ ചെറിയ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്. പക്ഷെ ചന്ദ്രയ്ക്ക് അതില്ല. ചന്ദ്രയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല സത്യം പറഞ്ഞാൽ. സോ അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രയ്ക്ക് കറക്റ്റാണോ, അവൾക്ക് കുറേ ഇമോഷണൽ സട്ടിലിറ്റീസ് ഉണ്ട്. ബേസിക്കലി അവൾ ഭയങ്കര ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. കണ്ണുകൾ പോലും ഒന്നും വിട്ടുതരില്ല. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ എപ്പോഴും എൻ്റെ കൈയും കാലും എല്ലാം ഫേഷ്യൽ മസിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അഭിനയിക്കുന്നത്. സോ അവിടെ ഞാൻ അങ്ങനെ റിസ്ട്രിക്റ്റ് ആകുമ്പോൾ ഞാനും വിചാരിച്ചു അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇതുവരെ എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ മേ ബി ഈ മലയാള സിനിമയിൽ എത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവും അറിയില്ല. ഒരു ദിവസം 2 സിനിമകൾ റിലീസ് ആവുന്നുണ്ട്, രണ്ട് ജോണറിൽ, രണ്ട് എക്സ്ട്രീം ഡിഫറെൻറ്റ് സിനാരിയോസിൽ. എന്തായിരിക്കും ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? കുറച്ച് സ്ട്രെസ്ഡ് ആണോ? സത്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞാൻ അന്ന് ആലോചിച്ചിരുന്നു. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ 2 കാര്യങ്ങൾ ഒരുപോലെ ഇഷ്ടപ്പെടാനുള്ള കേപ്പബിലിറ്റീസ് നമ്മുടെ ഓഡിയൻസിനുണ്ട്. ആൾക്കാർക്ക് 2 സിനിമയും ഇഷ്ടപ്പെടണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പക്ഷെ ഓരോ സിനിമയും അതിൻ്റേതായ ഒരു ഓഡിയൻസിനെ കണ്ടെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ 2 സിനിമയും മാത്രമല്ല, ഓണത്തിന് ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും ഇവിടെ വിജയം നേടാനുള്ള സ്പേസും സ്നേഹവും ഒക്കെ ഉണ്ട്. സോ ഓരോ സിനിമയും അവരുടെ ഓഡിയൻസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ 3 പേർക്കും വലിയൊരു ഓൾ ദി ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുള്ളതാണ് ഞങ്ങളെ. ഇനിയും എൻ്റർടൈൻ ചെയ്യിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ലോക ആൻഡ് ഒടുങ്ങുതിരി. താങ്ക് യു.